We have a big problem. भालू होगा, एलिफेंट होगा, हाँ। भी मर सकता है ऐसे। मैं इंडिया में हूँ, आप म्यांमार में हो। मैं इधर एक दिन रुकेंगे आप नेक्स्ट स्टेज की। ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ മഴയായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. മോൺ ടൗൺ രാവിലെ തൊട്ട് മഞ്ഞിങ്ങനെ മൂടി കെട്ടി നിൽക്കുകയാണ്. സമയം 8:30 ആയിട്ടുണ്ട്, എന്നിട്ടും ആ മഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളിന്ന് മോൺ ടൗണിൽ നിന്ന് ഇന്ത്യ മ്യാൻമാർ ബോർഡർ ആയിട്ടുള്ള ലോങ്വാ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ നല്ല റോഡാണെന്ന് പറഞ്ഞത്. അവിടെ ഇപ്പോഴും ഒരു കിങ് ആണ് റൂൾ ചെയ്യുന്നത്. കോണിയാക്ക് ഗോത്രത്തിലൊരു കിങ് ആണ് റൂൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്, ഈ കിങ്ങിൻ്റെ വീട് പകുതി ഇന്ത്യയിലും പകുതി മ്യാൻമാറിലുമാണ്. അപ്പോൾ നമുക്ക് കിങ്ങിൻ്റെ വീടും അവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ അവിടെ ഒരു ഹോം സ്റ്റേ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഇവിടുത്തെ ഫാമിലിയോടും 2 ദിവസം താമസിച്ച് റൂമിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. 2 ദിവസം ഇവിടെ നിൽക്കണം. മിനിഞ്ഞാന്ന് വന്നു. ഇന്നലെയാണ് നമ്മൾ ആ മഴയുടെ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിടണമെന്ന് വിചാരിച്ചാണ്. വൈകുന്നേരം ഒരു 3 മണിയായപ്പോഴത്തേക്കും ഇന്നലെ കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട്. ഇന്നലെ ഒരു 3 മണിക്ക് ഇട്ടിട്ട് രാത്രി ഞാനൊരു 12-12:30 കിടക്കണ വരെ അത് അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് പുലർച്ചെ എപ്പോഴെങ്കിലും ആയിരിക്കും അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഒട്ടും അപ്ലോഡ് സ്പീഡിലായിരുന്നു. ഡൗൺലോഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അപ്ലോഡ് ഒട്ടും ആവുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല റൂമായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. പീസ്ഫുൾ ആസ് ഈ വഴിയിൽ റോട്ടിൽ വണ്ടികളൊക്കെ പോകുന്നതിന് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്, പക്ഷേ ജനറലി നല്ല ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആകെ ഒരു പ്രശ്നമുള്ളത് ബാത്റൂമാണ് കേട്ടോ. ഇവിടുന്ന് വെള്ളം പിടിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ട്രെയിനിങ് പോലെയായിരുന്നു. ഈ ഓടുന്ന പെട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ മുൻകൂട്ടി കാണാം, എന്നിട്ട് വെള്ളമൊക്കെ ബക്കറ്റിൽ പിടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. പോവാ. ഇവിടുന്ന് വേണം നമുക്ക് ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് ലോങ് വേയിലേക്ക് പോകാം കേട്ടോ. ഈ ഭാഗത്ത് എവിടെയാണ് അതവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ്, മോൺ നേരെ ലോങ് വാ. നിങ്ങൾക്ക് കാണണ്ടോ ദൈവമേ, ഞാൻ മറന്നു തുടയ്ക്കാൻ. ലോങ് വാ 41 കിലോമീറ്റർ, ഫോംചിങ് 29, പിന്നെ എന്തൊക്കെയുണ്ട് കേട്ടോ, വാങ്തി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് നേരെ പോകുന്നത് മ്യാൻമാർ ബോർഡറിലേക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പോൾ ലാപ്ടോപ്പിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ മ്യാൻമാറിലെ ടൈമാണ് ലാപ്ടോപ്പ് പിടിക്കുന്നത്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ദൂരം ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 40 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ, എന്നിട്ട് കൂടെ ലാപ്ടോപ്പ് ടൈം പിടിക്കുന്നത് മ്യാൻമാറിലെ ടൈമാണ്. हेलो, हाँ लौंगवा, हाँ अकेला, हाँ ठीक है. ये एयर गन है? एयर गन है या असली गन है? किसका? ये नहीं लोकल गन है. अच्छा, एयर गन नहीं है. हाँ हाँ. तो आप क्या के लिए यूज़ करते हैं? सब मरेगा. अच्छा अच्छा. एयर गन से क्या सकेगा? हाँ, एयर गन से क्या सकेगा? कुछ नहीं करेगा. एयर गन से कुछ नहीं सकेगा. हाँ. इसने तो वो भालू होगा, एलिफेंट होगा, हाँ. भी मर सकता है ऐसे. अच्छा, यहाँ पे तो एलिफेंट नहीं है. नहीं है. हाँ. मर सकता है वही. ओह ठीक है. एलिफेंट नहीं है. हाँ ओके. सब कुछ मर सकता है. हाँ एयर गन तो इतना तक कर नहीं है. ओके. लोकल नहीं. अच्छा, ये कहाँ पे बनाता है? हम लोग का जगह में. हाँ, यहाँ पे बनाता है. यहाँ पे. लोकल. हाँ लोकल. आके देख सकता है कहाँ बनाता है? लुंगा में भी मिलेगा. हाँ लुंगा में दोनों मिलेगा. अच्छा ओके. लोकल कहाँ बनाता है ना, ठीक है. से कौन है हाँ ओके. पूछने से हो. हाँ ठीक है, देखता हूँ मैं. ओके, हाँ, താങ്ക് യു ജി. thank you. ബൈ. തോക്കൊക്കെ ഇട്ട് പോവാണ്. എന്തിനെ വേണമെങ്കിൽ കൊല്ലാം. എയർ കണ്ടുകൊണ്ടൊക്കെ എന്താവാനാണ് ചോദിക്കണേ. അപ്പോൾ ഒരു 1960-കൾ വരെയൊക്കെ ഇവർ ഹെഡ് ഹണ്ടിങ് ട്രൈബ്സ് ആയിരുന്നു. മറ്റുള്ള ട്രൈബ്സിനെ പോയി അറ്റാക്ക് ചെയ്യുക, തല കൊയ്യുക, തിരിച്ചു വരിക, അതിന് ടാറ്റു ചെയ്യുക. എത്ര തല കൊയ്തു അതിനുള്ള ടാറ്റു ചെയ്യുക, ഒരു മാർക്ക് ചെയ്യുക ബോഡിയിൽ. മറ്റേ ജയറാം ഒരു സിനിമയിൽ പറയുന്നില്ലേ, തിത്ത ഈതകതയും ആ സീനായിരുന്നു. രാവിലെ എണീക്കുക, യുദ്ധം ചെയ്യുക, തല കൊയ്യുക, ടാറ്റു അടിക്കുക, ഇങ്ങനെയായിരുന്നു. ഇത് പറയുന്ന തമാശയ്ക്കാണെങ്കിലും ശരിക്കും ഒരു 60-70കൾ വരെ ഇവർ ഹെഡ് ഹണ്ടിങ് ട്രൈബ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും
ഈ ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ടല്ലോ അവരിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. മിക്കവരും 90+ ഒക്കെ ഏജ് ഉള്ളവരാണ്. നമുക്കവർ ഇനി ഒരു 10 കൊല്ലോ അല്ലെങ്കിൽ ഒരു മാക്സിമം 15 കൊല്ലോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ട് ഹോൺബിൽ ഫെസ്റ്റിവലിന് പോയിട്ട് അവിടെ പരിചയപ്പെട്ടൊരു ഹെഡ് ഹണ്ടർ ഉണ്ട്. അന്ന് തന്നെ എൻ്റെ ഓർമ്മയിൽ ആൾക്ക് 90+ ഉണ്ട്. വാറിയർ ട്രൈബ്സാണ് കേട്ടോ കോണിയാക്ക്. ഇപ്പോൾ എൻ്റെയൊക്കെ അച്ഛൻ ഒരു 1950s അവസാനം ജനിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ആ സമയത്ത് ജനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഏജിലുള്ള ഒരാളൊക്കെ പണ്ട് ആ സമയത്ത് സ്കൂളിൽ പോകണം എന്നല്ലായിരിക്കും ആലോചിക്കണേ, നാളെ പോയിട്ട് 4 തല കൊയ്യണം എന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലഡ് ലൈനാണ്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയണത് എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷേ ആ ഒരു എന്താ പറയുക, അവരുടെ ധീരത കാണിക്കുന്നതൊക്കെ ഈ ഒരു മീൻസിലൂടെ ആയിരിക്കണം. എവിടേക്കാന്ന് മനസ്സിലാവണില്ല കേട്ടോ. മാപ്പ് വേറെ ഏതൊരു സ്ഥലത്ത് പോയി നിൽക്കണേ. മാപ്പ് എന്തോ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. മ്യാൻമാറിലെ ടൈം അതിൽ കാണിക്കുന്നത് GMT + 6:30 കാണിക്കുന്നത്. നമ്മൾ GMT + 5:30 ആണ്. അപ്പോൾ ഇതിൽ വേറെ എന്തോ ടൈം കാണിക്കുന്നത്. ഫോണിൻ്റെ കറക്റ്റ് ടൈമാണ്, ഇൻ്റർനെറ്റും ഉണ്ട്, പക്ഷേ സമയം തെറ്റിയാണ് കാണിക്കുന്നത് മാപ്പിലത്തെ. ഏയ് ലോങ് വാ കരാ സഹി ഹൈ നാ, ലോങ് വാ. നമ്മൾ വണ്ടി ഓടിച്ച് ഏതോ ഒരു ഗ്രാമത്തിലെത്തിയേക്കാം കേട്ടോ. ഇവിടെ ദേ യാമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഉണക്കമുളക്, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ये क्या है? आप हिंदी बोलता है या इंग्लिश? हाँ ओके ठीक है. मैं पूछ रहा कि ये क्या है? ये हाँ बैम्बू शूट, ड्राई बैम्बू शूट. और ये हनी होगा ना? हाँ ये हनी है. ओके ओके. ये भुजोला क्या है? ये ड्राई किंग चिली है. आप क्या बोलते हैं इसको? हाँ पता है. राजा मिर्चा. हाँ राजा मिर्ची. हाँ राजा मिर्ची वो ड्राई वाला है. अच्छा ओके. और ये वाला? ये वाला खट्टी वाला, थोड़ा खट्टी होगा ये. खट्टी लेमन जैसा होता है. अच्छा मैं ये केला लेता हूँ. ठीक है, कौन सा वाला चाहिए? ये थोड़ा मिलेगा? हाँ ये 20 का बोला. अभी आपने पकड़ा ना वो सब 20 का. हाँ नहीं बन गया ये. ഇവരുടെ ബീൻസ് ഒക്കെ കണ്ടോ? ബീൻസ് പിന്നെ എന്തൊക്കെയോ പച്ചിലകളൊക്കെ ഉണ്ട് കേട്ടോ. ये क्या है मैडम? ये हाँ वो जो हम लोग ऐसे बना के कपड़ा बनाता है ना, हाँ बैग वगैरह ना, हाँ इसको इधर कमर में ऐसे करते हैं. अच्छा इधर लाठी होता ना, हाँ तो बेल्ट जैसा पहनता है. बेल्ट जैसा ये कंट्रोल होता है. हाँ Like kita Allah ai. हाँ Allah like kita. यो ना लेंगे ना Iya kunang sa ऐसा करके ना. हाँ ऐसा. बेल्ट जैसा. अच्छा बांधता है. ओके क्या बनाते हैं वहाँ पे? वो रस्सी से क्या बनाते हैं? माला बनाता है. अच्छा ये आप लोग क्या भाषा क्या बोलते हैं यहाँ पे? कोनियाक की बोलता है? नहीं. हमारा भाषा अलग है. कोन्याक तो कॉमन लैंग्वेज है, लेकिन गाँव का ना अलग भाषा अलग होता है. इधर का अलग होगा, ये बस्ती का अलग होगा, लोंगवा का अलग होगा, यान्यू का अलग होगा, ऐसा ना अलग होगा. तो आपका भाषा का नाम क्या है? हमारा विलेज होगा, नाम में होगा तंगन्यू. तंगन्यू ही बोलता है. तंगन्यू विलेज का भाषा अलग होगा, लोंगवा विलेज का भाषा अलग होगा. ये बहुत सारा विलेज है दोनों, लेकिन भाषा भी अलग अलग. तो आप लोग एक दूसरे में ऐसा बात करता है, लेकिन अंडरस्टैंड हो जाता है. लेकिन कोन्याक तो है कॉमन लैंग्वेज ना. कॉमन लैंग्वेज. हाँ वो तो है. लेकिन वो तो सब एक साथ ही चलाता है, ऐसा बोलेगा ना. ओके. റോബസ്റ്റ കേട്ടോ, നല്ല പഴം. എന്തൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഗ്രാമമല്ലേ. ഇവിടെ ഒരു ഒച്ചയോ ബഹളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആകെ അവിടെ ആൻറ്റിമാർ സംസാരിക്കുന്ന ഒച്ച മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോൾ അവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അവരെന്തോ നൂലുകൊണ്ട് മാലയാണെന്ന് കേട്ടോ പറഞ്ഞു. അവിടെ ഒരു പെൺകുട്ടി കണ്ടില്ല, ആ പെൺകുട്ടിയെ പറഞ്ഞു മാല ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ
അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ സംസാരിക്കാൻ ചെന്നത്. പിന്നെ എന്തോ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടികളുകൊണ്ട് കുഴപ്പമില്ല, അവരാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. അപ്പോൾ കുറച്ച് പഴം ഒരു എനിക്ക് തോന്നുന്നു 10-12 പഴത്തിന് 20 രൂപ കേട്ടോ പറഞ്ഞേ. ഞാനൊരു 4 എടുത്തുള്ളൂ, കാരണം അത്ര എണ്ണ എടുത്ത് ചിലപ്പോൾ ചീഞ്ഞു പോകും. ഓൾറെഡി അത് പഴുത്തന്നെ നല്ലോണം. ठीक है जी, बाय, थैंक यू, हाय. We have a big problem. ഇടയിലൊരു നല്ല കാഴ്ച കണ്ടപ്പം ഡ്രോൺ പറത്തിയതാണ്. ഡ്രോൺ അവിടെ പോയി ക്രാഷായിട്ടോ. ഷെടാ, ഏതോ മരത്തിൻ്റെ മുകളിലാന്ന് തോന്നുന്നുണ്ട്, ഇല കാണാണ്ട്. ആലാന്ന് തോന്നുന്നു കേട്ടോ, ആലിൻ്റെ ഇലയായിട്ട് എനിക്ക് തോന്നിയേ. നിലത്ത് വീണിട്ടില്ല. ഓൾമോസ്റ്റ് അവിടെ എത്തിയെന്ന് കാണിക്കണേ, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവണമില്ല. നിലത്ത് വീണിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടെ എവിടെയാണോ? हेलो, मैं केरला से हूँ. वो लंसा का गैस आएगा क्या? हाँ लंसा, हाँ, मैं बात किया था. हाँ, वो कोई भी नहीं मिलेगा वहाँ जाके ना, ऐसे रेस करके मिलो, हम मोहन जाके आएगा. नहीं मैं बात किया था. ठीक है, ठीक है. हाँ, वहाँ पे. लेकिन हम था ना वहाँ में. अच्छा 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 लोंगसा था, हम तो नहीं है, लोंगसा गांव से गया है. अच्छा अच्छा अच्छा. हम मोहन जाके आएगा. हाँ. गैस हाउस में कोई भी नहीं है, लेकिन आप वांगशु. हाँ हाँ खुला रखा है. अच्छा अच्छा भाई, मेरा ड्रोन यहाँ पे कहीं फंस गया. हाँ अभी थोड़ा हाँ, ठीक है ठीक है ठीक है, ഓക്കെ ഓക്കെ. നമ്മൾ മുഖ്യത ഹോം സ്റ്റേയിലെ ആളാണ്. എൻ്റെ ദൈവം, ഞാനിനി എങ്ങനെ ഈ ഡ്രോൺ കണ്ടുപിടിക്കും? മരത്തിൻ്റെ മുകളിലാണ് ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് കയറുക. ഈ സൈഡിലാണ്, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ പറ്റണില്ല. ഇതിലെന്തോ ഇതിനെ കോൾ ചെയ്യാൻ എന്തൊരു പരിപാടിയുണ്ട്. ഇതൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഡ്രോൺ ക്രാഷ് ചെയ്യണത്. ഫൈൻ മൈ ഡ്രോൺ. അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഫ്ലാഷിങ് ആൻഡ് ബീപ്പിംഗ്. സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയാന്ന് പോലും മനസ്സിലാവണില്ല ഏട്ടാ. ഞാൻ തിരിച്ച് ബൈക്കിൻ്റെ അടുത്ത് വന്നു. ഹെൽമെറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ കയറി നോക്കാം. ഡ്രോൺ എവിടെയുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് മനസ്സിലാവണില്ല. മരത്തിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലെ ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റും തോന്നുന്നു. അറിയില്ല എത്രത്തോളം ഈസി ആയിരിക്കുന്ന, പക്ഷേ ഡ്രോൺ ഇല്ലാണ്ട് ഞാനിവിടുന്ന് പോകുന്നില്ല. भाई मेरा ड्रोन उठा रहा था, कहीं पे फंस गया. फंस गया? हाँ, तो
ढूंढ रहा था പയ്യനവിടെ പഴം മേടിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ കണ്ട കേട്ടോ. ഇതിലുണ്ടല്ലോ ആ മരം കാണാനുണ്ട്. ഈ കാണുന്ന ആ മരമാണ്. അപ്പോൾ ആ മരത്തിൻ്റെ ലെവലിലോ അതിനെക്കഴുത്തിരി മുകളിലായിട്ട് എവിടെയാണ് കാണുന്നത്. അപ്പോൾ ഈ മരവും പിന്നെ എന്തൊക്കെയോ വള്ളികൾ തൂങ്ങി കിടക്കണുണ്ട്. ആ വള്ളികൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. आपको आवाज़ सुन रहा है? तो बैटरी भी अभी ख़त्म हो जाएगा, उसके बाद साउंड भी नहीं आएगा. हम एक बार जाके देखो. हाँ नहीं पहले वो कहाँ है वो पता होना चाहिए ना. आवाज़ तो यहाँ से निकल रहा है. नहीं भाई आराम मैं जाता हूँ. ठीक है अब किसी जगह आ रही है? पता नहीं है, मैं जाता हूँ. लेकिन आप रहने दो. ठीक है मैं जाता हूँ. किसी जगह हम जाके देख लेते हैं. इंसान को मतलब नहीं किया तो किसने बता पाएगा. पाओ मनुष्य आले करी मोहल्ले भाई आराम से, मैं भी आता हूँ. കയറാൻ പോലും പറ്റുന്നില്ല. മില ആപ്കോ കിട്ടി. കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. അത് വന്നില്ല ഞാൻ പെട്ട് പോയി. भाई आप ठीक है ना? आप ठीक है ना? नहीं आप ठीक है ना? हाँ टूट गया. हाँ ओके. ड्रोन पट्टी आपको अब आ जाए. थैंक यू भाई. ओके थैंक यू सो मच. आप नहीं आएगा तो मैं पता नहीं कैसा मैं ढूंढूं. आप कहाँ से हो? हम मून से है. मोन से. अभी साथ में आया था ना. हाँ मैं आपको देखा था. मैं वो केला खरीदने के लिए रुका था. हाँ तभी आप था ना. हाँ मैंने फुमचिंग में रुक के मेरा बाइक चेंज किया था. अच्छा. हाँ किसी से बात कर रहा था आप. हाँ टूट गया भाई. हाँ थैंक यू सो मच. हाँ साथ में जाएगा. हाँ मैं थोड़ा टाइम के बाद आता हूँ. ठीक. हाँ नाइस टू मीट यू. हाँ नाइस टू मीट यू टू भाई. Okay, bye. See you, bro. Maybe we'll meet there. Bye. രണ്ടുപേര് വഴിയിൽ നിർത്തിയതാണ്. അപ്പോൾ അവർ കുറച്ച് നേരം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കാണണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കൊൽക്കത്തയിൽ നിന്നും പറഞ്ഞ ആൾ ഹരിയാനയിൽ നിന്നുമാണ്. ആ പയ്യൻ പോയിട്ടോ. ഞാൻ പയ്യനോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു 500 രൂപയുടെ നോട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ പയ്യന് കൊടുത്തു. അപ്പോൾ ഇതാണ് ഡ്രോണിൻ്റെ അവസ്ഥ. ഗിംബലും ക്യാമറ അടക്കം ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നത് വലിയ അലമ്പില്ല. ഈ ഒരു സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അരുണാചൽ സെക്കൻഡ് സീസൺ അവസാനിപ്പിച്ച് നാട്ടിൽ പോകണ വഴിക്ക് ഫ്ലൈറ്റിൽ ചേട്ടന്മാർ ഇൻഡിഗോൻ്റെ മാമന്മാരെ എടുത്ത് എറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് കൊച്ചി കൊണ്ടുപോയി മാറ്റി. ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ളിത്തൊലി പോലെ ഉള്ളെങ്കിലും അതിന് 4500 രൂപ ആ കണക്ടറിൻ്റെ വില. അപ്പോൾ അത് ഞാൻ കൊച്ചി കൊണ്ടുപോയി മാറ്റിയിട്ടുണ്ടായിരുന്നു. 4500 4000 500 700 സർവീസ് ചാർജ് ആണെന്തോ. എന്തായാലും 4000 രൂപ 5000 രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി ഫിക്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഡ്രോൺ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ സുജിത്തേട്ടൻ്റെ ടെക് ട്രാവലേറ്റിൻ്റെ ഡ്രോൺ വേണ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊരു കഷ്ടമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അയ്യോ സങ്കടമാണ്. ഇത് മേടിച്ചാണ്ടല്ലോ ആദ്യത്തെ നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്കാണ്. കാർ ലൈഫ് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് പോകുമ്പോഴാണ് ആദ്യമായിട്ട് മേടിച്ചത്. ഫസ്റ്റ് ക്രാഷാണ് കേട്ടോ, ഫസ്റ്റ് ക്രാഷാണ്. അതിൽ ഇത്ര കൊല്ലമായി 2021 2022 23 24 25 5 കൊല്ലം ഓടി. അപ്പോൾ കുറേ നേരം ഇവിടെ അങ്ങനെ പോയി. എന്തായാലും സാധനം കൈ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അല്ലേ.
പിന്നെ ഈ 35 മിനിറ്റ് കേട്ടോ ആ ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവരായിട്ട് കുറേ നേരമായിട്ടോ സംസാരിച്ചേക്കണം. ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ ഞാൻ ഒന്നാമത് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു മൂഡിലായിരുന്നില്ല. പക്ഷെ അവരെ 2-3 പ്രാവശ്യമായി ഞാനിങ്ങനെ ഇടയ്ക്ക് നിർത്തി ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണും. അത് കഴിഞ്ഞ് അവർ പാസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമായി അങ്ങനെ കാണുന്നു. അപ്പോൾ അവരങ്ങനെ വണ്ടി നിർത്തുകയാണ് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ അടുത്തൊരു എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ് സംസാരിച്ച് തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രോൺ എങ്ങനെയുണ്ടെന്ന് നേരം നോക്കിയത്. അപ്പോൾ നമ്മളിനി 11 മിനിറ്റ് ഞാൻ എന്തോ തെറ്റിയതാട്ടോ പറഞ്ഞത്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് 4.5 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രോൺ പോയ സമയത്ത് ഒരാൾ പോയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിൻ്റെ ഓണറാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അയാൾ പറഞ്ഞതെന്ന് നേരത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളില്ലെങ്കിൽ വേറൊരാളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഈ ഹോം സ്റ്റേ ഇവിടുത്തെ ഈ കിങ്ങിൻ്റെ പാലസിൻ്റെ അടുത്ത്, പാലസ് എന്ന് പറഞ്ഞാൽ ഈ കിങ്ങിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോങ് വേയിലേക്ക് കടന്നുണ്ടല്ലോ. ഇവിടെ സ്ത്രീകളൊക്കെ മാലകളും അവരുടെ ട്രൈബ്സിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുക കേട്ടോ. ഇത് രസമാണെന്നറിയോ. നമുക്ക് വരാം കേട്ടോ അങ്ങോട്ട്. അവരിതേ വീണ്ടും നിർത്തിയിട്ടുണ്ട്. How many times will you stop? How many times will you stop? Yeah. No, that is good. I mean, I was just asking. It's very difficult to understand it. Yeah. I think mostly they understand English than Hindi, I guess. I mean, these are old people. Yeah, but I think in the town maybe. maybe. Yeah. Okay, so carry on. Bye. See you, bro. Bye. ആ ഒരു മലയുടെ മുകളിലൊക്കെ നിറച്ചും വീടുകളാട്ടോ. അവിടെയൊക്കെ വീടുകൾ ഇതേ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇത്ര വലിയ സ്ഥലമാണെന്ന് പക്ഷേ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവിടെ വലിയൊരു ചർച്ചൊക്കെ കാണാനുണ്ട്. കുറച്ച് പിള്ളേർ തന്നെ അവിടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട്. വണ്ടിയിൽ പോകുമ്പോഴേ മുകളിൽ നിന്നിട്ട് എന്തൊക്കെയോ പറയാം കേട്ടോ. ഹലോ ഇംഗ്ലീഷ് യു നോ ഇംഗ്ലീഷ് नो कैसा है? मैं अच्छा है, बढ़िया है. आप कैसा है? हाँ बढ़िया है. हाँ लिटिल बिट. कहाँ से आ रहा है? स्कूल. कब जाइए से? स्कूल. छुट्टी हुई गोल. Yes, no. Then? Yes. बाय. ठीक है बाय. हाई फाई मिलेगा. അയ്യോടാ പാവങ്ങള്. ഓക്കെ ബൈ 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 ബൈ. ഓ ആ കാണുന്നത് ഹെഡ് ഹണ്ടറാ. മുഖത്തെ ടാറ്റു. നമസ്തേ. അയ്യോ നമസ്തേ അല്ലല്ലോ. आपको हिंदी आता है? नहीं. മുഖത്തെ ടാറ്റു കണ്ട. मुझे आपका भाषा नहीं आता है. ठीक है मैं जाता हूँ. ഇവർക്ക് നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമാവുന്നില്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ കുറേ ടൂറിസ്റ്റൊക്കെ ഇവിടെ വരുമല്ലേ, അപ്പം ഒരു ഡിസ്റ്റർബൻസ് പോലെ ആയിരിക്കും. ഞാനത് ആലോചിക്കണമായിരുന്നു. എൻ്റെ ഭാഗത്തുണ്ട് തെറ്റ്. ഞാനിങ്ങനെ പെട്ടെന്ന് ആളുടെ മുഖത്തെ ടാറ്റു കണ്ടപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി നിർത്തി ഇറങ്ങിയതാണ് കേട്ടോ. അത് ഹെഡ് ഹണ്ടേഴ്സാണ്. ഹെഡ് ഹണ്ടറിൻ്റെ ഇതാണ്, ടാറ്റു ആണ് മുഖത്തുള്ളത്. മുഖം കരിവാളിച്ചിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ പണ്ട് കാലത്ത് ചെയ്ത ടാറ്റു ആണ്. ഇതേ ഹെഡ് ഹണ്ടർ ഇരിക്കുന്നു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കാണാൻ, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. എനിക്ക് ആളുടെ അടുത്ത് നിർത്തി സംസാരിക്കണമെന്നുണ്ടെന്ന്, പക്ഷേ ഒരു പേടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ചെന്നിട്ട് നമുക്ക് ഇവിടെ ഗൈഡ് അങ്ങനെ കിട്ടും തോന്നണം. അപ്പം ഇവിടെ ലോക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൊണ്ടുപോകാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എല്ലാവർക്കും ചിലപ്പം ഈ അടുത്തേക്ക് ക്യാമറയും കൊണ്ട് ചെല്ലുന്നോ അല്ലെങ്കിൽ സംസാരിക്കാൻ ചെല്ലുന്നോ ഒന്നും ഇഷ്ടമാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ലോങ്വ ടൗണിൻ്റെ ഒരു മെയിൻ ഭാഗത്തെത്തി കേട്ടോ. കുറേ കടകളിൽ ഡ്രസ്സും ബാഗും ചെരുപ്പും ഒക്കെ വിൽക്കുന്നു. ജനറൽ സ്റ്റോറുകളുണ്ട്, പെട്രോൾ വിൽക്കുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടാണ് പോവുക നോക്കട്ടെ. ഇവിടെ എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. കിങ്ങിൻ്റെ പാലസിൻ്റെ അവിടെ എത്തിയിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്.
Huh? He asked me. Yeah. मैं एक होम स्टे में जा रहा हूँ. सर म्यांमार कहाँ से शुरू होता है? म्यांमार यही है सर, यही है यहाँ से इधर को ये दुकान ये म्यांमार में, दुकान म्यांमार में है. ये म्यांमार में है, ये इंडिया में. वो देखो तो लगा ना बोर्ड एक आगे. हाँ 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 हाँ. जैसे दिखाए ना, एरो जैसा नहीं दिखाया ये. अच्छा अच्छा देखा नहीं आपने? ओके. हरे कृष्णन. तो ये दुकान वगैरह म्यांमार लोगों का है? नहीं ये है इंडियन है. हाँ 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 अब यहाँ राजा का चलता है ना. हाँ हाँ हाँ. एक्चुअली वो उसका है, उसी ने राजा ने ये बना के इनको दिए, काम शाम कर रहे हैं. ठीक है. कहाँ तक जाओगे अभी? मैं इधर एक दिन रुकेंगे आप? नाश्ते इधर ही है. ആ നമ്മളുണ്ടല്ലോ ഇപ്പം നിൽക്കുന്നതുണ്ടല്ലോ മ്യാൻമാറിലാണ്. അപ്പോൾ ആ ഒരു ഇത് കണ്ടല്ലേ, അപ്പോൾ അതിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന മൊത്തം മ്യാൻമാറാണ് കേട്ടോ. അപ്പോൾ ഈ കടകളും ഒക്കെ ഇരിക്കുന്നത് മ്യാൻമാറിലാണ് അവിടുത്തെ ആർമിയുടെ ആൾ പറഞ്ഞത്. അപ്പോൾ ഈ കടയൊക്കെ മ്യാൻമാറിലാണ്. ഇതൊക്കെ പക്ഷേ രാജാവിൻ്റെ അണ്ടറിലാണ് വരുന്നത്. രാജാവിൻ്റെ കൊട്ടാര ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ രാജാവ് കടകൾ ഇട്ട് കൊടുത്തേക്കാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഈ മ്യാൻമാറിലുള്ള സ്ഥലവും രാജാവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇന്ത്യയും ആ കട ഇരിക്കുന്നതും അതിൻ്റെ അപ്പുറത്തേക്കുള്ളതും മ്യാൻമാറാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയൊരു ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. ILPയുടെ നമ്പർ എഴുതിയെടുത്തു, ആധാറിൻ്റെ നമ്പർ. ആ പ്രോപ്പർ ജമ്മു ജമ്മു. ഓക്കെ സാർ, താങ്ക് യു. അവർ ഡീറ്റെയിൽസ് എഴുതിയെടുക്കണ നേരത്തെ ചെന്നൈയിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ വന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ആൾ ചോദിക്കായിരുന്നു സൗത്തിൽ നിന്ന് ഒരാളും കൂടി ഉണ്ട് പരിചയപ്പെട്ടോന്ന്. ആ സാറ് ജമ്മു എന്നാണ്, പ്രോപ്പർ ജമ്മു എന്നാണ്. ഇവിടെ നിന്ന് അങ്ങനെ ചെല്ലുമ്പോൾ വഴി രണ്ടായി തിരിയും, അതിൽ റൈറ്റ് കയറി പോകണമെന്നാണ് പറഞ്ഞത്. മുകളിലൊക്കെ കേട്ടോ. ഇതിലെ LBC ഓഫീസ്, LSU ഓഫീസ്, VG പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാനുണ്ട് കേട്ടോ. ലോങ്വ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഉണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നു. ഹായ്. നമ്മളിതേ ഇതാണ് രാജാവിൻ്റെ വീട് കേട്ടോ. ഇവിടെ എവിടെയാണ് ഈ ടൂറിസ്റ്റ് ലോഡ്ജ് എന്ന് പറഞ്ഞത്? എവിടെയാണാവോ? വൈസ് അബ് ടൂറിസ്റ്റ് ഹോം സ്റ്റേ വാങ്ഷുക ये वाला यही है. अच्छा अच्छा ഓക്കെ. അപ്പോൾ നമ്മളിത് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്താട്ടോ താമസിക്കുന്നത്. ഇതാണ് ടൂറിസ്റ്റ് ഹോം സ്റ്റേ. ഒരാളുടെ നമ്പർ തന്നിട്ട് വിളിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ലോങ് വെയിലത്തെ ബാഗ് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പക്ഷേ വെള്ളം ലീക്കാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ അതേ വെള്ളം തുള്ളി തുള്ളിയായിട്ട് ഇവിടെ അങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1000 രൂപയാണ് ഈ റൂമിന്. ഇവിടെ വല്ലതും ഉണ്ട് കാണാൻ? ഒന്നുമില്ല അല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല, വ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇത് പകുതി ഇതിൻ്റെ മുറ്റത്ത് കൂടെയാണ് കേട്ടോ മ്യാൻമാർ പോണേ. ഇതിപ്പോൾ ഇന്ത്യയിലാണ്, മ്യാൻമാർ അപ്പുറത്തെ സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിൽക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് മോണിന്ന് വന്ന് പോവാം. പക്ഷേ ഞാൻ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സാവകാശമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ച ഒരു ദിവസം. അപ്പോൾ ദേ ആ കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരം, കിങ്സ് പാലസ്. അതാണ്. അപ്പോൾ ഇതിലെവിടെയാണ് ഈ ഇത് പോണേ. ഭയ്യ ബോർഡർ कहाँ से जाता है? इधर से जाता है? इधर इसमें बॉर्डर है. मैं इंडिया में हूँ, आप म्यांमार में हो. ओके. क्या खेल रहे हो? Hi. What are you from? I'm from Kerala. Kerala. हाँ. You know Kerala? What's your name? सुना है? Suna. हाँ? What is your name? हाँ? What is your name? My name is Hari. Hari. हाँ. Hari. हाँ. Sisa. Your name? Pohi. Pohi. Your name? Angap. Angam. Angap. Angap. Okay. Yours? People. 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 Yours? Lika. Yours? Lemchu. Name. Okay. Tuang No. mang. Wang Mang. Wang mang. Wang Mang. Yours? Am.
Hello. Hi. What's your name? Huh? Pinyu. Oh. This is my house. Oh, this is your house. Yes. Okay. What is this game called? Parangicho. Parungicho. Parangicho. Okay. My phone number. Yes. You want my phone number? Yes. Why? Facebook. Facebook. Okay. Thank you. Okay, you're welcome. Where is your school? School. School is here? Okay. GPS. Primary. Primary school. Okay. अब लोग रहेगा यहाँ पे? You will be here? Yes. I'll come after some time. Bye bye. Bye. Yeah, I am. You all are very cute. Everyone is cute. Thank you. Okay. Bye. Bye. You are beautiful. Thank you. പിള്ളേരൊക്കെ എന്തൊരു സ്മാർട്ടാ അല്ലേ? ഇവിടെ ഒരു ചേർച്ച് ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലോങ്വാ ബാപ്റ്റിസ്റ്റ് ചേർച്ചാണ്. അതിൻ്റെ ഗ്രൗണ്ടാണ് ചേർച്ചിൻ്റെ ഗ്രൗണ്ട്. 1978 സ്ഥാപിച്ച കേട്ടോ, ഏപ്രിൽ 19 മ്യാൻമാറിൽ പോയിട്ട് വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. नमस्ते सर, खाने के लिए आया था. दीदी खाने के लिए कुछ मिलेगा? नहीं. क्या कुछ भी, मैगी वगैरह कुछ भी चलेगा. मैगी? हाँ, साइड पे है. नेक्स्ट. अच्छा. हेलो, खाने के लिए कुछ मिलेगा? पूरी हाँ, पूरी मिलेगा, चाउमीन तो मिलेगा, रेडी नहीं है ना. अच्छा, मैगी वगैरह कुछ है? मैगी बनाने पड़ेगा, हाँ आप खाएगा तो. हाँ. हाय बोला है. हेलो, हाय हाय गो. हाय. हेलो. हाय गो नहीं. हाय गो. हाय गो. बना देगा. हाँ, बना दो. अंडा वाला मिलेगा? अंडा का मैगी. ബൈ. അവിടുത്തെ ചെറിയ കുട്ടിയെ കണ്ടു, എന്ത് രസമല്ലേ അത്, തോളത്ത് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ മാഗിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിള്ളേർക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി. പക്ഷെ ആരും അടിയില്ല, നേരത്തെ കണ്ട ആരും അടിയില്ല. അപ്പോൾ അതെ തിരിച്ച് റൂമിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഓർമ്മയില്ലല്ലോ ആ ഖായക ബിസ്ക്കറ്റ്. ഓർമ്മയില്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മേടിച്ച ബിസ്ക്കറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ കിങ്ങിൻ്റെ പാലസിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്, മാലയും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എല്ലാവരും ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ. 2 റൗണ്ട് എടുത്തു, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇത് അവസാനം ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതും കഴിച്ച് ഞാനിവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ മ്യാൻമാറിലെ വില്ലേജസൊക്കെ കാണാം കേട്ടോ. വില്ലേജസ് എന്ന് പറയാൻ പറ്റില്ല, വീടുകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ലോങ് വേയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണത്. പക്ഷേ താഴെയുള്ള വീടുകളൊക്കെ മ്യാൻമാറിലെയാണ്. പിന്നെ ദൂരെ മലകളുടെ മുകളിൽ നമുക്ക് എന്തൊക്കെയോ ബിൽഡിങ്സ് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ മ്യാൻമാറാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ഗൈഡിനെ എടുത്തിട്ട് പറയാം കേട്ടോ. കാരണം എനിക്ക് ഇവരോട് ചോദിച്ചിട്ടൊന്നും ഒരു കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അപ്പോൾ വെറുതെ അങ്ങനെ ഹാഫ് ഇൻഫർമേഷൻ തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ചുരുക്കമാണ്. നമ്മുടെ ഹോം സ്റ്റേയിലെ ആൾ വന്നിട്ട് നമുക്കൊരു ഗൈഡിനെയൊക്കെ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡ്രോൺ കഷ്ടമായി, സങ്കടമായി കേട്ടോ. എന്തായാലും ശരിയാവുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.